ഹായ് കൂട്ടുകാരെ, ടീച്ചർ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ലാസ്റ്റ് ലെസനാണ്. അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 ലാസ്റ്റ് ലെസൺ ശന്തനുവിൻ്റെ പക്ഷികൾ. ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന പാഠം ചെറുകഥ എഴുതിയത് പോൾ സക്കറിയാണ്. സക്കറിയ എന്ന നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, സഞ്ചാര സാഹിത്യകാരൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധനായ അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ശന്തനുവിൻ്റെ പക്ഷികൾ. ശന്തനു എന്ന കുട്ടി അമ്മയില്ലാത്തൊരു കുട്ടിയാണ്. ശന്തനുവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ശന്തനു അമ്മേനെ അറിഞ്ഞിട്ടേയില്ല. ആ അമ്മ ഇല്ലാതാവുന്ന ആ ഒരു ഏകാന്തത ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനെയും അന്വേഷണ ത്വരയോടുകൂടി നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആ കുട്ടിയുടെ അന്വേഷണങ്ങളാണ് ഈ പാഠത്തിലുള്ളത്, ശന്തനുവിൻ്റെ പക്ഷികൾ. നമുക്ക് പാഠത്തിലേക്ക് പോവാം. ടീച്ചർ ഓരോ ഭാഗമായിട്ട് വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു. അപ്പം ടീച്ചർ ഓരോ ഭാഗവും വായിച്ചത് വിശദീകരിക്കാം. അപ്പം നമുക്ക് നോക്കാം. ശന്തനുവിൻ്റെ പക്ഷികൾ. പക്ഷികളും ചെറുജീവികളും ചെടികളും മരങ്ങളുമെല്ലാം നമ്മുടെ കണ്ണും കാതും മനസ്സും കവരാറുണ്ടല്ലേ? ആ അത്ഭുത ലോകത്തെ വർണ്ണശബളമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തുമ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ള എന്തും, പ്രകൃതിയിലെ പലതും നമ്മളെ വല്ലാതെ മനസ്സ് കവരുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രകൃതിയിലുള്ള, അല്ലേ? അപ്പോൾ അത് വർണ്ണശബളമായ മനോഹരമായ ഭാഷയിലൂടെ ആ പ്രകൃതിയെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴും സക്രിയയുടെ കഥ, പോൾ സക്രിയയുടെ കഥ അങ്ങനെയാണ്. ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥ വർണ്ണശബളമായ ഭാഷയിലാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് വായിക്കാം. ശന്തനുവിൻ്റെ പക്ഷികൾ. കയ്യിലൊരു കൊങ്ങിണിക്കൊമ്പുമായി ശന്തനു കാത്തുനിന്ന മുറ്റത്തിൻ്റെ കോണിൽ സായാഹ്ന തണൽ പ്ലാവിൻ ചില്ലപ്പൊഴുതിലൂടെ ഊർന്നിറങ്ങി മണ്ണിലെ വീണിലകളെ പുതുപ്പിച്ചുറക്കി. ഒരു സന്ധ്യാസമയം ശന്തനു എന്ന ചെറിയ കുട്ടിയുടെ കയ്യിൽ കൊങ്ങിണിക്കൊമ്പ്, ഒരു കൊങ്ങിണി മരത്തിൻ്റെ ഒരു കുഞ്ഞു കൊമ്പ് കയ്യിലുണ്ട്. ശന്തനു കൊങ്ങിണിക്കൊമ്പുമായി കാത്തു നിന്ന മുറ്റത്തിൻ്റെ കോണിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായിട്ട് മുറ്റത്തിൻ്റെ ഒരു കോണിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനോ? അപ്പോൾ ആ കൊമ്പ് പിടിച്ചു നിൽക്കുന്ന ശന്തനുവിൻ്റെ മേൽ പ്ലാവിൻ്റെ ചില്ലകൾക്കിടയിലൂടെ സായാഹ്നത്തിൻ്റെ തണൽ ശന്തനുവിൻ്റെ മേലിൽ വന്നു. ആ ഊർന്നിറങ്ങിയ മണ്ണിൽ നിലത്ത് വീണ ഇലകളെ പുതപ്പിച്ചുറക്കി. അതായത് വൈകുന്നേര സമയം പ്ലാവിൻ്റെ ചുവട്ടിൽ കൊങ്ങിണിക്കൊമ്പുമായിട്ട് ശന്തനു നിൽക്കുന്നു. ആ ശന്തനുവിൻ്റെ മേലേക്കും ആ സായാഹ്ന തണലും പിന്നെ നിലത്ത് വീണ് കിടക്കുന്ന ഇലകളിലേക്കും ഇലകളെ പുതപ്പിച്ചുറക്കുവാണ്. സായാഹ്നം ആകുമ്പോഴേക്ക് എല്ലാം ഉറക്കത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് അവിടെ. അകലെ പറന്നുപോയ ആകാശത്തിൽ വീശിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവിൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയിലൂടെ ഊറിയ വെയിലിൽ ആടുന്ന നിഴലുകളും ശന്തനുവിന് മേൽ പ്രസാദിച്ചു. അപ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ശന്തനു ഒരു കൊങ്ങിണിക്കൊമ്പുമായിട്ട് നിൽക്കുകയാണ്. അകലെ പറന്നുപോയ ആകാശത്തിൽ വീശിയ മേഘങ്ങൾ, ആകാശത്ത് നിന്നിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ, പിന്നെയോ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവിൽ നിന്ന പ്ലാവിൻ കൊമ്പുകൾ, പ്ലാവിൻ്റെ കൊമ്പിൻ്റെ ഇടയിലൂടെ വരുന്ന ആ ചെറിയ ചെറിയ ഗ്യാപ്പ്, ആ സുഷിരങ്ങളിലൂടെ ഊർന്നു വരുന്ന വെയിലിൻ്റെ ആടുന്ന നിഴലും ശന്തനുവിൻ്റെ മേൽ പ്രസാദിച്ചു. ശന്തനുവിൻ്റെ മേൽ ആ വെയിലും ആ പ്ലാവിൻ്റെ അടിയിൽ നിൽക്കുന്ന ശന്തനുവിൻ്റെ മേൽ ആ ഇലകളിലും കൊമ്പുകളിലൂടെയും ഇറങ്ങി വരുന്ന വെയിൽ അവൻ്റെ മേലിലേക്ക് പ്രസാദിച്ചു നിന്നു. അവന് പിന്നിൽ മുറ്റത്തിൻ്റെ വക്കിൽ ചെമ്പരത്തി പടർപ്പിലെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു. അവൻ നിൽക്കുന്നത് ആ പ്ലാവിൻ്റെ ചുവട്ടിലാണ്. പ്ലാവിൻ്റെ അടുത്തായിട്ട് ഒരു ചെമ്പരത്തി മരമുണ്ട്. ആ വലിയൊരു ചെമ്പരത്തി മരത്തിൻ്റെ ഉള്ളിൽ അതിനുള്ള കുറേ പക്ഷികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ പറയുന്നത് ചെമ്പരത്തിയുടെ ഉള്ളനക്കങ്ങൾ, അവിടെയുള്ള അതിൻ്റെ ഉള്ളിൽ കൂടുണ്ടാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ ചേക്കേറിയിരിക്കുന്ന കിളികളുടെ ഉള്ള അനക്കങ്ങളെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവൻ അനങ്ങാതെ മടക്കിയ കയ്യിലൊരു വാൾ പോലെ പിടിച്ച കൊങ്ങിണിക്കൊമ്പുമായി ചെമ്പരത്തി പൊന്തയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പഴുത്തിലകളുടെ മേൽ ഒരു പാവക്കുട്ടിയെ പോലെ നിന്നു.
ശന്തനുവിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അവൻ എന്തിനോ വേണ്ടിയിട്ടാണ് ആ കൊങ്ങിണിക്കൊമ്പ് പിടിച്ചു നിൽക്കുന്നത്. ആ കൊങ്ങിണിക്കൊമ്പുമായിട്ട് പിടിച്ചു നിൽക്കുന്നത് മടക്കി പിടിച്ച ഒരു വാൾ, കയ്യിലെ വാൾ പോലെ പിടിച്ച കൊങ്ങിണിക്കൊമ്പുമായിട്ട് അവൻ ശ്വാസം അടക്കി നിൽക്കുവാണ്. ആ ചെമ്പരത്തി പൊന്തയിലേക്ക് നോക്കി, ചെമ്പരത്തിൻ്റെ ആ കൂട്ടിൽ, ആ ചെമ്പരത്തി ചെടീൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള കിളികളെ ആയിരിക്കണം ശന്തനു നോക്കുന്നത്. അവൻ്റെ കയ്യിൽ മടക്കി പിടിച്ച വാൾ പോലെ എന്താ ഉള്ളത്? കൊങ്ങിണിക്കൊമ്പുണ്ട്. അവൻ നിലത്ത് വീണ പഴുത്ത ലയയുടെ മുകളിൽ ചവിട്ടിക്കൊണ്ട് ശബ്ദം അടക്കാതെ ശ്വാസം പിടിച്ചുകൊണ്ട് ചെമ്പരത്തി പൊന്തയിലേക്ക് നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഉള്ളനക്കം കേട്ടു എന്ന് പറഞ്ഞേ, കിളികളുടെ ചിറകടികൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ശന്തനു അനങ്ങാതെ ശബ്ദം ഉണ്ടാക്കാതെ നിൽക്കുക, പാവക്കുട്ടിയെ പോലെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് പൊന്തയിലെ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു. അപ്പോഴേ ആ ചെമ്പരത്തി ചെടികളുടെ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ അനക്കങ്ങൾ വലിയ ചിറകടികളെ, ആ ചെമ്പരത്തി പൊന്തയിലുള്ള കിളികളെല്ലാം ചിറകടിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്നുയർന്നു. ആകാശത്തിലേക്ക് പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു. ശന്തനു ഒരിക്കൽ കൂടി പരാജിതനായി. ഈ ചെമ്പരത്തി പൊന്തയിലുണ്ടായിരുന്ന കുറേ കിളികൾ ചിറകടിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറഞ്ഞു. മറ്റു ചിലത് പ്ലാവിൻ്റെ കൊമ്പിൽ നിന്ന് ആടിക്കൊണ്ടേയിരുന്നു. വീണ്ടും ആര് പരാജിതനായി? ശന്തനു പരാജിതനായി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ശന്തനു ഈ കൊങ്ങിണിക്കൊമ്പുമായിട്ട് ആ കൊങ്ങിണിക്കൊമ്പിലേക്ക് കിളികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കിളികൾ ശന്തനുവിൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ വന്നിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കിങ്ങിണിക്കൊമ്പ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ കിളികൾ ഒരിക്കൽ പോലും ശന്തനുവിൻ്റെ കൊമ്പിൽ വന്നിരുന്നില്ല. അതാ വീണ്ടും ഇപ്പോഴും പരാജിതനായി എന്ന് പറയുന്നത്. പക്ഷികൾ അവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി. അവൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവം കാത്തു നിന്നിട്ടും അവൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ അവർ വന്നിരുന്നില്ല. ശന്തനു കുറേ പ്രാവശ്യം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അനങ്ങാതെ മിണ്ടാതെ ആഗ്രഹത്തോടുകൂടി ആശയോടുകൂടി കിളികളെ കാത്തു നിന്നിട്ടും ഒരിക്കൽ പോലും അവൻ പിടിച്ച കിങ്ങിണിക്കൊമ്പിൻ്റെ മുകൾ കിളികൾ വന്നിരുന്നില്ല. കൊങ്ങിണി പൂമണത്തിലിരുന്ന് നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റ് വിടർത്തി ഒതുക്കുന്ന തൂവൽ കൂമ്പുകളുമായി ആ ആതിഥേയനെ ആഹ്ലാദിപ്പിച്ചില്ല. പിന്നെ ഇവിടെ പറയുന്നത് കൊങ്ങിണിപ്പൂമണത്തിലിരുന്ന് നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും, ആ കൊങ്ങിണിക്കൊമ്പ് അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു, അത് നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടും മായാജാലങ്ങൾ പോലുള്ള മനോഹരമായ കണ്ണുകളും കാറ്റ് വിടർത്തി ഒതുക്കുന്ന തൂവൽ കൂമ്പുകളുമായി ആ ആതിഥേയൻ ഇവിടെ ആരാണ്? നമ്മുടെ ശന്തനുവിനെ ഒന്നും ഇപ്പോൾ ആഹ്ലാദിപ്പിക്കുന്നില്ല. ശന്തനുവിൻ്റെ ആഗ്രഹം ശന്തനുവിൻ്റെ കൊങ്ങിണിക്കൊമ്പിലേക്ക് കിളികൾ വന്നിരിക്കണമെന്ന്. ആ കിളികളെല്ലാം പറന്നു പോയപ്പോൾ മറ്റൊന്നും ശന്തനുവിനെ ആഹ്ലാദിപ്പിക്കുന്നതായിരുന്നില്ല. അവനാകട്ടെ അവർ തൻ്റെ കവിളെങ്കിൽ ചിറകടിക്കുകയും താണിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിൻ്റെ ആനന്ദത്തിനുപരി ശന്തനുവിന് കിളികൾ ആ കൊങ്ങിണിക്കൊമ്പിൽ വന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ചിറകടി അടുത്തറിയാൻ വേണ്ടി മാത്രമല്ല, എത്രയോ കാലമായി അവരോട് ഒരു കാര്യം അന്വേഷിക്കാൻ കാത്തിരിക്കുകയാണ്. അതായത് ശന്തനുവിൻ്റെ കിങ്ങിണിക്കൊമ്പിൽ കിളികൾ വന്നിരുന്നിട്ട് ആ കിളികളുടെ ചിറകടി ഒച്ച കേൾക്കാനും കിളികളെ കൂടുതൽ അടുത്തറിയണം എന്നത് മാത്രമായിരുന്നില്ല ഉദ്ദേശം. ശന്തനുവിന് ഒരു ചോദ്യമുണ്ട് കിളികളോട് ചോദിക്കാൻ. ആ ചോദ്യം എത്രയോ ആയി ശന്തനുവിൻ്റെ മനസ്സിൽ നിൽക്കാൻ. ആ ചോദ്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കിളികളെ അവൻ അടുത്ത് കിട്ടാൻ വേണ്ടി കോണിക്കൊമ്പുമായിട്ട് കാത്തിരിക്കുന്നത്. എന്താണ് ആ ചോദ്യം എന്ന് നോക്കൂ. നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോവുക? അതോ നിങ്ങൾക്ക് മരണമില്ലേ? ശന്തനുവിൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുന്നത്? നിങ്ങൾക്ക് മരണമില്ലേ? അങ്ങനെ ഒരു ചോദ്യം ശന്തനുവിൻ്റെ ഉള്ളിൽ വരാൻ കാരണം പറയാം. കാരണം തൻ്റെ 5 വയസ്സിനുള്ളിൽ ശന്തനു പലവിധ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് പക്ഷികൾക്ക് മരണമില്ല എന്നായിരുന്നു. ശന്തനു തൻ്റെ 5 വയസ്സ് പ്രായമുള്ളൊരു ചെറിയ കുട്ടിയാണ്. അവൻ തൻ്റെ പല അന്വേഷണത്തിലും അവൻ മനസ്സിലാക്കിയത് പക്ഷികൾ മരിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ മറ്റേതോ രഹസ്യമോ. ശന്തനു ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷികൾ മരിച്ചത്. അല്ലെങ്കിൽ ഒന്നുകിൽ മരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു രഹസ്യം ആ പക്ഷികൾക്കുണ്ട്. അങ്ങനെ അവന് തോന്നാൻ കാരണം ശന്തനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു.
മരിക്കുന്ന പൂച്ചയ്ക്ക് ഒരിക്കൽ കൂട്ടിരുന്നിട്ടും ഉണ്ടായിരുന്നു. പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്ന് നനഞ്ഞൊട്ടിയ രോമങ്ങളും തുറന്ന വായുമായി ഒരു പൂച്ച ഇഴയുന്നത് കണ്ട് ശന്തനു ഓടിച്ചെന്നു. നീട്ടിയ നഖങ്ങൾ കൊണ്ട് മണ്ണിൽ മാന്തി പിടിച്ച് ഒരു മനുഷ്യനെ പോലെ കിതച്ചുകൊണ്ട് അത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെ കിളികൾ മരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെന്തോ രഹസ്യമുണ്ട് എന്ന് ശന്തനു വിചാരിക്കാൻ കാരണം, ശന്തനു തൻ്റെ 5 വയസ്സിനുള്ളിൽ മനുഷ്യർ മരിക്കുന്നതും മറ്റ് ജീവജാലങ്ങൾ മരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അവൻ്റെ കൺമുമ്പിൽ നിന്ന് തന്നെ ഒരു പൂച്ച മഴവെള്ളക്കുഴിയിൽ വീണ് രോമം നനഞ്ഞൊട്ടി അത് കൈ കൊണ്ട് മണ്ണിനിങ്ങനെ അള്ളി പിടിച്ചുകൊണ്ട് ഒന്ന് ജീവിക്കാനുള്ളൊരു ശ്രമം നടത്തി മരണത്തിലേക്ക് പോകുന്ന ഒരു പൂച്ചയെ കൺമുമ്പിൽ വെച്ചിട്ട് ശന്തനുവിന് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ശന്തനു അതിനടുത്ത് കുത്തിയിരുന്ന് ചുറ്റും നോക്കവേ 3 നായകൾ വലിയ ഉല്ലാസത്തോടെ അവനെ പോലും വകവയ്ക്കാതെ പൂച്ചയ്ക്ക് നേരെ പാഞ്ഞു വന്നു. അതായത് ഈ പൂച്ച മഴവെള്ളത്തിൽ രോമങ്ങളൊക്കെ നനഞ്ഞൊട്ടി വായ തുറന്നുകൊണ്ട് മണ്ണ് വിരൽ കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകുന്ന ഒരു രംഗം ശന്തനു കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കി എന്നോണം ആ പൂച്ചയെ ആക്രമിക്കാൻ വേണ്ടി 3 നായകൾ വലിയ ഉല്ലാസത്തോട്, കാരണം പൂച്ചയും നായ എപ്പോഴും ശത്രുതയിലായിരിക്കും, അപ്പോൾ ഈ പൂച്ചേനെ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച നായകളായിരിക്കണം ഇപ്പോൾ വന്നത്. അവയെ ശന്തനു എന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു പരിഗണന പോലും ഈ നായ കാണിക്കാതെ അവനെ പോലും വകവയ്ക്കാതെ പൂച്ചയ്ക്ക് നേരെ പാഞ്ഞു വന്നു. പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ ശന്തനുവിന് അപ്പോൾ മനസ്സിലായി. അപ്പൊ ശന്തനുവിന് മനസ്സിലായി ഈ പൂച്ചയ്ക്ക് എങ്ങനെയാണ് മുറിവേറ്റത്. ഈ പൂച്ചയ്ക്ക് നായ്ക്കളുടെ ആക്രമത്തിൽ നിന്നാണ് മുറിവേറ്റതെന്ന് മനസ്സിലായി. അവൻ അട്ടഹസിച്ചുകൊണ്ട് നായയെ കല്ലെറിഞ്ഞ് ഓടിച്ചു. നഖങ്ങൾ വിടർത്തിയ ഒരു കൈ വൻ ശ്രമത്തോടെ നായകൾക്കെതിരെ ഉയർത്തിപ്പിടിച്ച് പൂച്ച താഴ്ത്തി അതിൻ്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യ ശബ്ദമായി മാറി. അപ്പോൾ ആക്രമിക്കാൻ വീണ്ടും വന്ന നായ്ക്കൾക്കെതിരെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച കൈ ഒന്ന് അതിൻ്റെ എതിരെ നീക്കാൻ ശ്രമിച്ചു. അതിൻ്റെ തൊണ്ടയിൽ നിന്ന് മനുഷ്യരുടെ ശബ്ദത്തിലുള്ള ഒരു ചീറ്റൽ, വലിയൊരു ചീറ്റൽ വരികയും ചെയ്തു. അങ്ങനെ അത് ഒരു മനുഷ്യ ശബ്ദത്തിനെ പോലെയുള്ള ഒരു ചീറ്റലോടുകൂടി അത് ആശ്വാസത്തോടുകൂടി മഴവെള്ളത്തിലേക്ക് മറിഞ്ഞു വീണു. മറിഞ്ഞു കിടന്ന് ശന്തനുവിനെ നോക്കി. അതിൻ്റെ കണ്ണുകളിലേക്ക് ശന്തനുവും ഉറ്റുനോക്കി. അങ്ങനെ നോക്കിയിരിക്കെ അത് കണ്ണടച്ചു ശന്തനുവിൻ്റെ മുമ്പിൽ തന്നെ മരിച്ചു. നായകളുടെ ആക്രമണത്തിൽ മരിക്കുന്ന ഒരു പൂച്ചേനെ ശന്തനുവിന് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ പൂച്ച മഴവെള്ളക്കുഴിയിൽ വീണിട്ട് അത് വീണ്ടും കൈ അമർത്തി പിടിച്ച് മണ്ണിൽ പിടിച്ചു നിൽക്കുന്നതും അത് ശന്തനുവിനെ നോക്കിക്കൊണ്ട് തന്നെ മറിഞ്ഞു വീണ് അങ്ങനെ മരിക്കുന്നതുമായ ഒരു ശന്തനുവിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ്. അവനെ ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു. അവൻ എണീറ്റ് ഒരു ഇല പറിച്ച് പൂച്ചയുടെ നനഞ്ഞ വാലിൽ ഉയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു. നായകളിൽ ഒരെണ്ണം അകലെ നിന്ന് വീണ്ടും തിമിർത്തു ഓടിച്ചാടി വന്നു. ശന്തനു ഒന്നും ചെയ്തില്ല. നായ പൂച്ചയുടെ ശവത്തിനടുത്ത് ചെന്ന് അതിനെ മണത്തു നോക്കി. ഒന്നുകൂടി മണത്ത് തല ഉയർത്തി 1-2 തവണ വാലാട്ടി. ഒരു നിമിഷം ഉറപ്പില്ലാതെ അത് അവിടെ നിന്നു. പിന്നെ ചാരി തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മെല്ലെ നടന്നകന്നുപോയി. അപ്പോൾ ആ പൂച്ച ആക്രമിക്കപ്പെട്ട് ആ പൂച്ച ചത്തപ്പോൾ അത് ഈ വേദനയും കൊണ്ട് മുന്നോട്ട് ജീവിക്കണ്ടല്ലോ എന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഒരു സമാധാനവും കാരുണ്യവും ആരെ പുണർന്നു? ശന്തനുവിനെ. അപ്പോൾ ശന്തനു എണീച്ചിട്ട് ഒരു ഇല എടുത്തിട്ട് പൂച്ചയുടെ വാല് പിടിച്ച് അതിനെ പുല്ലിലേക്ക് കിടത്തി. അപ്പോഴേക്ക് ഈ നായ്ക്കളിൽ ഒരെണ്ണം ഓടി വന്നിട്ട് ഈ പൂച്ചേൻ്റെ ചുറ്റും നോക്കി. പൂച്ച മരിച്ചു എന്ന് കണ്ടപ്പോൾ അത് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴേക്കും മഴ ചാരി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് ശന്തനുവിൻ്റെ അനുഭവത്തിൽ പൂച്ചയുടെ മരണം നേരിട്ട് കാണാൻ ഇടവന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരിക്കലും ശന്തനു ഒരു പക്ഷിയുടെ മരണം കണ്ടിട്ടില്ല. പക്ഷേ പക്ഷികൾ അവനെ അലോസരപ്പെടുത്തിയ ഒരു രഹസ്യം നിർമ്മിച്ചു. അവ മരിക്കുന്നുവെങ്കിൽ എവിടെ അവയുടെ മൃതദേഹങ്ങൾ? പക്ഷി എപ്പോഴും ശന്തനുവിനെ ഒരു സംശയം, ഒരു അലോസരം, ഒരു വിഷമിപ്പിച്ചുകൊണ്ട് ഒരു സംശയം ഉണ്ടാക്കിച്ചുകൊണ്ടേയിരുന്നു. പക്ഷി മരിക്കുകയാണെങ്കിൽ എവിടെ അതിൻ്റെ ചത്ത പക്ഷിയുടെ മൃതദേഹം ഒരിക്കൽ പോലും ആ കുഞ്ഞുകുട്ടി കണ്ടിട്ടില്ല. എവിടെ പോകുന്നു അതിൻ്റെ മൃതദേഹങ്ങൾ? ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് ശന്തനു കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് മറ്റേതോ നിഗൂഢ രഹസ്യങ്ങളിലേക്കാണ്. പക്ഷികളുടെ മരണത്തെ പറ്റിയുള്ള ഈ അന്വേഷണത്തിൽ ശന്തനുവിന് തന്നെ ഒരു ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു. ഒരിക്കലും തൻ്റെ കയ്യിൽ പെടാതെ പറന്നു വന്ന പക്ഷികളെ മരണത്തിൽ അവ
കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കയ്യിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയായിരുന്നു അത്. എപ്പോഴും കിളികളെ മരണം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. കിളികൾ എവിടെ പോകുന്നു, എങ്ങനെ മരിക്കുന്നു എന്നതൊക്കെ ശന്തനുവിൻ്റെ സംശയങ്ങളായിരുന്നു. അവന് ആഗ്രഹമുണ്ട്. അവൻ ആ കിങ്ങിണിക്കൊമ്പോട് ഇരിക്കാൻ തന്നെ കാരണം ഏതെങ്കിലും മരണത്തിലേക്ക് പോകുന്ന ഒരു കിളീനെ കയ്യിലെടുത്തിട്ട് അതിനെ ഒന്ന് പരിശോധിക്കണമെന്നത് ശന്തനുവിൻ്റെ ഒരു സ്വാർത്ഥമായ ആഗ്രഹമായിരുന്നു. അവർ ഏതോ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നത് എന്ന് കരുതി. അവൻ ഈ പക്ഷികള് ഏതോ രഹസ്യമായ ഒരു സ്ഥലത്ത് പോയിട്ടാണ്. ഒരിക്കൽ പോലും മരിച്ച ഒരു പക്ഷീനെ ശന്തനു കണ്ടിട്ടില്ല. ശന്തനു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വിചാരം ഇത് ഏതോ രഹസ്യമായ സ്ഥലങ്ങളിൽ പോയാണ് ഈ പക്ഷികൾ മരിക്കുന്നത്. അതിനുവേണ്ടി എന്നിട്ട് ശന്തനു എന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയോ? അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും കുരുവികളെ കാറ്റിലാടി കളിക്കുന്ന കുരുവിയുടെ കൂടുകളിലും പൊന്മാനെ അവരുടെ കയ്യാല എന്ന് വെച്ചാൽ വേലിയാണ് കേട്ടോ. കയ്യാലേൻ്റെ മുകളിലെ പൊത്തിലാണ് പൊന്മാൻ കൂടുണ്ടാക്കുക. പൊന്മാൻ്റെ കൂടുകളിലേക്കും പിന്നെ കരികിലപ്പിടകളെ പാണൽ എന്ന് പറഞ്ഞ ചെടീൻ്റെ കാടുകളിലാണ് കരികിലപ്പിട എന്ന് പറഞ്ഞ പക്ഷി കൂട് വയ്ക്കുക. അപ്പോൾ കുരുവീൻ്റെ കൂടും പൊന്മാൻ്റെ കൂടും കരികിലപ്പിടകളുടെ പാണൽ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചെടിയാണ്. ആ പാണൽ കാടുകളിലേക്കും അതിലൊക്കെ അനന്തതയിലൂടെ നിരന്തരമായി പിന്തുടർന്നു. പലതരം പക്ഷികളെയും അവയുടെ കൂടുകളിൽ പോയിട്ട് ഇങ്ങനെ അതിനെ ചേസ് ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ടിരുന്നു, എങ്ങനെയാണ് ഇവ മരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ അവയെല്ലാം ചിറകുകളുടെ ജാലവിദ്യയിൽ ഇലകളുടെ കരവിരുതിൽ രക്ഷപ്പെട്ടു. പക്ഷെ നമുക്കറിയാം അല്ലേ, നമുക്കും അനുഭവമുണ്ട്. പക്ഷികളെയോ ഇന്ന് നമ്മൾ ചേസ് ചെയ്ത് പിന്തുടർന്നു പോയാൽ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഈ പക്ഷികള് അതിൻ്റെ ചിറകിൻ്റെ ജാലവിദ്യ കൊണ്ട് ദൂരെ പറന്നു പോയിട്ടോ അല്ലെ ഇലകളുടെ കൂട്ടത്തിൽ പോയിട്ട് ഒളിച്ചു നിന്നിട്ടോ അവർ രക്ഷപ്പെട്ടു. ഒരിക്കൽ പോലും ശന്തനുവിന് മനസ്സിലായില്ല ഇവരെങ്ങനെയാണ് എവിടെയാണ് പോകുന്നത്. അവയെല്ലാം ചിറകുകളുടെ ഒരു ജാലവിദ്യയിൽ ഇലകളുടെ കരവിരുതിൽ രക്ഷപ്പെട്ടു. പൊന്താന്ന് വെച്ചാൽ മാളങ്ങള്, പൊന്തയിലും ചതുപ്പ് എന്ന് പറഞ്ഞാൽ നനവുള്ള പ്രദേശം, വെറ്റ്ലാൻഡ്, ചതുപ്പുകളിലും ഈറ്റക്കാട് മുളയുടെ കാടുകളിലും മുള്ളും മൂർച്ചയുമാർന്ന ഒളിമ്പാതയിലും. അപ്പം ദുഷ്കരമായ കടന്നു പോവാൻ പ്രയാസമുള്ള എല്ലാ ഈറ്റക്കാടുകളില്, പൊന്തകളില്, ചതുപ്പുകളില് ഇവിടെയൊക്കെ ആര് പോയി? നമ്മുടെ ശന്തനു ഈ കിളികളുടെ രഹസ്യം അറിയാൻ വേണ്ടി കിളികളെ പിന്തുടർന്നു പോയി. ശന്തനു പക്ഷികളെ അനുഗമിച്ചു എന്ന് വെച്ചാൽ കൂടെ പോയി. അവർ മറ്റെത്രയോ കൊച്ചു രഹസ്യ മൃതദേഹങ്ങൾ കണ്ടെത്തി. അവൻ അണ്ണാന്മാർ, എലികൾ, പാമ്പുകൾ, ഒരിക്കലൊരു കുറുക്കൻ, ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ആരൊക്കെയോ അവന്റെ മരണാന്വേഷണ പാതകളിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മൃതദേഹങ്ങളുടെ നിരകളിൽ അവൻ പക്ഷികളെ പോലും കണ്ടില്ല. മറ്റ് പല മൃതദേഹങ്ങളും അവന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവന്റെ പക്ഷികളുടെ മരണത്തിന്റെ രഹസ്യം അറിയാൻ പോകുന്ന വേളയിൽ പല ജീവികളുടെ, അണ്ണാന്റെയും ചിത്രശലഭത്തിന്റെയും കുറുക്കന്റെയും മറ്റ് പലതിൻ്റെയും മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ശന്തനുവിന് ഒരു പക്ഷിയുടെ മൃതദേഹം കാണാൻ സാധിച്ചില്ല. ഇക്കാലത്തായിരുന്നു ശന്തനു ദൈവത്തെ പറ്റി കേട്ടത്. മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിക്കുന്നവരോട് സ്നേഹമുള്ളവനുമാണ് ദൈവം. അപ്പോഴാണ് കുട്ടികളാകുമ്പം ഓരോരോ അറിവുകളും പതുക്കെ കിട്ടുക. അങ്ങനെ ഇരിക്കുകയാണ് അവൻ ദൈവം എന്നതിനെ കുറിച്ച് കേട്ടത്. അപ്പം ദൈവം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുത്തത് മരിച്ചു പോയവരോട് സ്നേഹമുള്ളവര്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളവിടെ സ്വീകരിക്കുന്ന ദൈവമാണെന്ന് പറയും. മരിച്ചു പോയവരെ സ്വീകരിക്കുന്നവരും ജീവിക്കുന്നവരോട് സ്നേഹമുള്ളവൻ എന്നാണ് ദൈവത്തെക്കുറിച്ച് അവൻ്റെ കാഴ്ചപ്പാട്. അവൻ മനസ്സിലാക്കിയത് എവിടെയോ പോകുന്ന ആളുകളെ സ്വീകരിക്കുന്നതും ദൈവമാണ്, ഭൂമിയിൽ ഇരിക്കുന്ന ആളുകളെ സ്നേഹത്തോടുകൂടി നോക്കുന്നതും ദൈവമാണ്. ദൈവത്തിന്റെ പ്രത്യേകതയായിട്ട് അവൻ അറിഞ്ഞത് ദൈവത്തിന് മേഘങ്ങളിലൂടെ പറക്കാം, കാടുകളിൽ പോയിട്ട് ഒളിക്കാം, കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാം, വെള്ളത്തിൽ ഒരു ഇലയെ പോലെ ഒഴുകാം, മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്കപ്പുറം പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു. ദൈവത്തിനെ കുറിച്ച് അവൻ കേട്ട കാര്യം, ദൈവം മരിച്ചവരെ സ്വീകരിക്കുന്നു,
ജീവിച്ചിരിക്കുന്നവരോട് സ്നേഹത്തോടു കൂടി ഇടപഴകുന്നു. മേഘങ്ങളിൽ നടക്കുന്നുണ്ട്, ഇലകളുടെ മേലെ നടക്കുന്നുണ്ട്, ഇലയായിട്ട് ഒഴുകി നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്നുണ്ട്, മരിച്ച ആത്മാക്കളുമായി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ദൈവത്തിന് എന്നാണ് അവൻ ദൈവത്തിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഇരിക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ മരിച്ചു കിടന്ന ഒരു മീനിന്റെ ചെതുമ്പലുകളുടെ വർണ്ണങ്ങൾ ശന്തനു പരിശോധിച്ചിരിക്കവേ ചതുപ്പിന്റെ നനവിലൂടെ ദൈവം അവന്റെ മുന്നിലേക്ക് വന്നു. അപ്പൊ ശന്തനു ഒരു മരിച്ചു കിടക്കുന്ന ഒരു മീനിന്റെ ചെതുമ്പൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെയുള്ള ഇത് തൂളി എന്ന് പറയും. അപ്പൊ മീൻ തൂളി ആ സാധനം സിൽവർ കളറുള്ള സാധനമല്ലേ. അപ്പൊ മീനിന്റെ ചെതുമ്പലിന്റെ നിറം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ശന്തനു. അപ്പോഴവന്റെ മുമ്പിലേക്ക് ദൈവം വന്നു. അവനെ ഉറ്റു നോക്കിയിരുന്നു കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ അവനോട് എന്തെല്ലാമോ പറഞ്ഞു. ദൈവം എപ്പോഴും കാരുണ്യവാനാണല്ലേ. ദൈവസ്നേഹത്തോടു കൂടി ശന്തനുവിനോട് എന്തൊക്കെയോ പറഞ്ഞു. ശന്തനു ഒരു വലിയ തൃപ്തിയോടെ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളിയിട്ടു. ദൈവം എന്തൊക്കെയോ പറഞ്ഞു. ശന്തനു അപ്പം തന്നെ ആ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് പോയി. മരിച്ച മീൻ വെയിലിൽ ഒരു വെള്ളക്കീറു പോലെ തകിടം മറിഞ്ഞു. നമുക്കറിയാം മീനിനെ നിങ്ങൾക്കറിയാം, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് സിൽവർ കളറായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് വീഴുന്ന കാണാം. അപ്പോൾ ഈ മരിച്ച മീൻ എന്താ, വെയിലിൽ ഒരു വെള്ളക്കീറ് പോലെ ഇങ്ങനെ തകിടം മറിഞ്ഞിട്ട് ഓളങ്ങളിലേക്ക് ഒഴുകിപ്പോയി. ശന്തനു കരയ്ക്ക് കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിന് നേരെ നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു കയ്യിൽ വെള്ളം എടുത്തിട്ട് ദൈവത്തിന് നേരെ നീട്ടിക്കൊണ്ടിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്ക് പറന്നു പോകാം. ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും മന്ത്രിച്ചു. ദൈവം അവനോട് എന്തൊക്കെയോ പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് ശന്തനു ഒരു സ്വപ്നം കണ്ടു. താൻ ഒരു പൂത്ത മരം പോലെയുള്ള കൊങ്ങിണിക്കൊമ്പും കയ്യിൽ പിടിച്ച് മുറ്റത്തിന്റെ കോണിൽ നിൽക്കുകയാണ്. എന്നും ചെയ്യുന്നത് പോലെ ഒരു സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നം ഇങ്ങനെയാണ്. എന്നും ചെയ്യുന്നത് പോലെ ഒരു കൊങ്ങിണിക്കൊമ്പും പിടിച്ചിട്ട് ശന്തനു നിൽക്കുവാണ്. അതിലെ കായ്കളും പൂക്കളുമെല്ലാം, അതിൽ കായ്ക്കും പൂക്കൾക്കും പകരം അവിടെ നിറച്ചും പക്ഷികളാണുള്ളത്. അതിൻ്റെ മുകളിൽ ആരൊക്കെയാണുള്ളത്? മരംകൊത്തികളുണ്ട്, പൊന്മാന്മാരുണ്ട്, ഓലഞ്ഞാലി കിളികളുണ്ട്, പച്ചില കുടുക്കുകളുണ്ട്. അപ്പോൾ അവിടെ ഈ കൊങ്ങിണിക്കൊമ്പിന്റെ മുകളിൽ കായകൾക്കും പൂക്കൾക്കും പകരം വ്യത്യസ്തങ്ങളായ കിളികളാണ് ഉള്ളത്. ആ കിളികൾ എന്താ ചെയ്യുന്നത്? പച്ചില ഇലകളിൽ നിന്ന് അവർ തല പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു. അതായത് ഈ കൊമ്പിന്റെ ഇലകൾക്കുള്ളിലൂടെ ഈ പക്ഷികൾ പുറത്തേക്ക് തല നീട്ടിയിരിക്കുന്നു. അവരെ പിന്നെ എന്താ ചെയ്യുന്നത്? പറന്നുയരുകയും താണിരിക്കുകയും. ഇങ്ങനെ കുറേ കിളികൾ ആ കൊമ്പിന്റെ ഉള്ളിൽ കൂടെ തല നീട്ടി നോക്കുന്നു. ചിലത് പറന്നു പോകുന്നു, പിന്നെ ചിലത് പറന്നു വന്നിരിക്കുകയും ചെയ്യുന്നു. ശന്തനു അവരുടെ ചിറകടികളും പാട്ടുകളും മൂളക്കങ്ങളും കേട്ടു. ഈ പക്ഷികളുടെ ചിറകടിയും മൂളക്കങ്ങളും ഒക്കെ കേട്ടു. മേഘങ്ങൾ താണിറങ്ങി വന്ന് മൂടൽ മഞ്ഞുപോലെ കൊങ്ങിണിച്ചില്ലകളെ ഒരുമിപ്പോയി. അവൻ കണ്ട സ്വപ്നാണ്. മേഘങ്ങൾ ഇങ്ങനെ ആ കൊങ്ങിണിക്കൊമ്പിന്റെ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതല്ലേ, ഇങ്ങനെ വന്നിട്ട് ആ കൊങ്ങിണിക്കൊമ്പിന്റെ മേലുകൂടെ തൊട്ടുരുമിക്കൊണ്ട് പോയി. ഈ കൊങ്ങിണിക്കൊമ്പിന്റെ ചില്ലകളിൽ നക്ഷത്രങ്ങളുണ്ട്. പിന്നെയോ ഒരു കവരം, ഒരു ബ്രാഞ്ചിൽ എന്താ ഉള്ളത്? ചന്ദ്രക്കല ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. അവക്കിടയിലൂടെയെല്ലാം പക്ഷികൾ ചിറക് വീശി അലഞ്ഞു. അതായത് മനോഹരമായ ഒരു സ്വപ്നമാണ് ആര് കണ്ടത്? ശന്തനു കണ്ടത്. ശന്തനുവിന്റെ കയ്യിൽ ഒരു കൊങ്ങിണിക്കൊമ്പുണ്ട്. ആ കൊങ്ങിണിക്കൊമ്പില് കായ്ക്കൾക്കും പൂക്കൾക്കും പകരം വ്യത്യസ്തങ്ങളായ പക്ഷികളാണുള്ളത്. ആ പക്ഷികൾ കൊക്ക് നീട്ടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. ചിലത് പറന്നു പോകുന്നു, ചിലത് പറന്നിറങ്ങി വരുന്നു. അപ്പോൾ ഈ കൊമ്പിന്റെ മുകളിലൂടെ ഇങ്ങനെ നീങ്ങിപ്പോകുന്ന മേഘം ഈ കൊമ്പുകളെ തട്ടിപ്പോകുന്നു. പിന്നെ ആ കൊമ്പിന്റെ മുകളിൽ, കൊങ്ങിണിക്കൊമ്പിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ മിന്നിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു കവരത്തിൽ, ബ്രാഞ്ചിൽ എന്താണുള്ളത്? ചന്ദ്രക്കലയിൽ നിൽക്കുന്നു. അങ്ങനെ പക്ഷികൾ വീശി അലഞ്ഞ്, ചിറക് വീശി അലഞ്ഞു പോകുന്നു. ശന്തനു മെല്ലെ മെല്ലെ യന്ത്രപ്പാവയെ പോലെ തല തിരിച്ച് പൂക്കൊമ്പിലേക്ക് നോക്കി തന്റെ നാവിന്റെ തുമ്പത്ത് തരിച്ചു നിന്ന ആ ചോദ്യം ചോദിച്ചു. അപ്പൊ ശന്തനുവിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഈ സ്വപ്നത്തിലും അവൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് മരണമില്ലേ? നിങ്ങൾ മരിച്ചിട്ട് എവിടെ പോകുന്നു? ഏതോ കോളിളക്കത്തിൽ 1000 ജാലകവാതിൽ ഒന്നിച്ചടയുന്നത് പോലെയുള്ള ഒരു ചിറകടിയൊച്ചയോടെ അവന് ചുറ്റും കൊടുങ്കാറ്റിളക്കിക്കൊണ്ട് പക്ഷികൾ ഇടിമിന്നലുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി. ശന്തനു ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ കൊങ്ങിണിക്കൊമ്പിലുള്ള കിളികളെല്ലാം ഒരു കോളിളക്കത്തോടുകൂടി, വലിയ ശബ്ദത്തോടുകൂടി, ജനവാതിൽ ശബ്ദത്തോടുകൂടി അടയും തുറക്കുകയും ചെയ്യുന്ന ശബ്ദമില്ലേ,
ഒരുപാട് ജനവാതിലുകൾ ഒരുമിച്ചടഞ്ഞു തുറക്കുന്ന ശബ്ദത്തോടുകൂടി ഈ കൊങ്ങിണി കൊമ്പിലുള്ള പക്ഷികൾ കൊടുങ്കാറ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് പറക്കുമ്പോൾ കൊടുങ്കാറ്റ് പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇടിമിന്നലുകളെ പോലെ ആകാശത്തേക്ക് എല്ലാ കിളികളും ശന്തനുവിൻ്റെ കയ്യിലിരുന്ന കൊങ്ങിണിക്കൊമ്പിൽ നിന്ന് മുകളിലേക്ക് പറന്നുയർന്നു. അപ്പോഴേക്ക് കൊങ്ങിണിക്കൊമ്പിൽ എന്തില്ല, നക്ഷത്രങ്ങളും മാഞ്ഞുപോയി. സ്വപ്നത്തിൽ പോലും ആരെയാ നമ്മുടെ എന്തോ ചോദ്യം ഉത്തരം കണ്ടെത്താനുള്ള ചോദ്യങ്ങളുമായി സ്വപ്നത്തിൽ പോലും ആരെ സഹായിച്ചില്ല, ശന്തനുവിനെ സഹായിച്ചില്ല. ഒരു നിർദ്ദയ ശൂന്യത ശന്തനുവിന് ചുറ്റും ചൂളം കുത്തി പറന്നു. അതായത് ആകെ ഒരു ദയയില്ലാത്തൊരു ശൂന്യത. കാരണം അവൻ്റെ അന്വേഷണം കിളികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ അവിടെയും ഒരു ദയയില്ലാത്ത ശൂന്യത ചുറ്റും പറന്നു. ശന്തനു ഉറക്കം തെളിഞ്ഞ് കാഠിന്യ ദുഃഖത്തോടെ ജാലകത്തിനപ്പുറത്ത് ഇരുട്ട് നക്ഷത്ര വെളിച്ചവുമായി ഒത്തുചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തിയിരിക്കുന്നത് നോക്കിക്കിടുന്നു. ശന്തനു ഉറക്കത്തിൽ നിന്ന് എണീച്ചു. അപ്പോൾ എന്താണ് അവിടെ എന്താ, ജാലകത്തിന്റെ അപ്പുറത്ത് ഇരുട്ടും ഉണ്ട്, നക്ഷത്ര വെളിച്ചമുണ്ട്. അപ്പം നമ്മൾ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ ഇരുട്ടും വെളിച്ചമൊക്കെ വരുമ്പം നമുക്ക് ഓരോ സാധനങ്ങളുടെ രൂപം നമുക്ക് മായാജാലം പോലെ തോന്നും അല്ലേ, നമുക്ക് അറിയാതെ തോന്നും അവിടെ ഒരു രൂപമുണ്ട്. അത് ഇരുട്ടും ആ വെളിച്ചവും കൂടി ചേരുമ്പം അവിടെ ഉണ്ടാകുന്ന പലതരം നിഴലുകൾ നമുക്ക് ഓരോ രൂപത്തെ തോന്നിപ്പിക്കും. അതൊക്കെ കണ്ടു. അങ്ങനെ ഉണർന്നിരുന്ന് അതൊക്കെ നോക്കി നിന്നു. അകലെ കാടുകളിൽ ദൈവം മിന്നാമിനിങ്ങളായി എരിയുകയും കെടുകയും ചെയ്തുകൊണ്ട് ശന്തനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു. അപ്പം ദൂരെ കാടില് ദൈവം പല രൂപത്തിലും മാറും അല്ലേ. അപ്പൊ ഇവിടെ മിന്നാമിനിങ്ങളായിട്ട് കെടുകയും കത്തുകയും ചെയ്തുകൊണ്ട് ശന്തനു ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ആ ശന്തനുവിനെ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ശന്തനുവിൻ്റെ ഏകാന്തതനെ ഉറപ്പിച്ച് പറയുന്നത് അമ്മയില്ലാത്ത കുട്ടിയാണ് ശന്തനു. അമ്മ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടീൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഏകാന്തത ഉണ്ടാക്കുന്നതാണ്. അമ്മയാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് സർവ്വതും. എപ്പോഴും ആയാലും എല്ലാവർക്കും സർവ്വതും അമ്മയാണ്. അമ്മയില്ലാത്ത ഒരു കുട്ടി ഏകാന്തത ഒറ്റപ്പെടലിലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശന്തനുവിൻ്റെ ഏകാന്തതയെ കാടുകളിൽ നിന്ന് മിന്നാമിനിങ്ങിന്റെ വെളിച്ചമായി കെടുകയും കത്തുകയും ചെയ്തുകൊണ്ട് ദൈവം നോക്കി നിന്നു. ദൈവത്തിന്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന് ശന്തനു സ്വപ്നമില്ലാതെ ഒരു ഉറക്കത്തിലേക്ക് പോയി. പിറ്റേന്ന് അവൻ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എല്ലാ ദിവസവും പക്ഷികൾ അവനെ തോൽപ്പിച്ചു. പക്ഷികളെ രഹസ്യം അറിയാൻ വേണ്ടി വീണ്ടും 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 അവൻ പ്ലാവിന്റെ ചുവട്ടിൽ കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ പക്ഷികൾ എന്നും എല്ലാ ദിവസവും അവനെ തോൽപ്പിച്ചു. അവനെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു കിളികൾ പോലും ആ കൊങ്ങിണിക്കൊമ്പിന്റെ മുകളിൽ കയറി പറന്നിരിക്കാതെ അവനെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് ശന്തനു കൊങ്ങിണിച്ചില്ല താഴെയിട്ടിട്ട് മുറ്റത്തെ താഴുന്ന വെയിലൂടെ നടന്ന് വരാന്തയിൽ കയറി. ഇന്ന് എന്ത് ചെയ്തു? ശന്തനു ആ കൊങ്ങിണിക്കൊമ്പ് ഉപേക്ഷിച്ചു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ പതുക്കെ അവൻ സായാഹ്ന വെയിലിലൂടെ അവൻ പതുക്കെ വരാന്തയിലേക്ക് കയറി. കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാഥനില്ലാത്ത ചാഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു. അവൻ കൊലായിൽ നിന്ന് കുറേ നേരം പ്ലാവിന്റെ മുകളിൽ ആരാ ചാടുന്നതെന്ന് കാണുന്നില്ല. കാറ്റിലിങ്ങനെ ആ മരങ്ങൾ ആടുന്നത്. നാഥനില്ലാത്ത ചാഞ്ചാട്ടം എന്നാണ് പറയുന്നത്. അത് നാഥനില്ലാത്ത വെച്ചാൽ നമ്മൾ കാറ്റിനെ കാണൂല. അപ്പൊ കാറ്റ് ഇങ്ങനെ അതിനെ ആ ചാഞ്ചാട്ടത്തെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ വീട്ടിനകത്ത് കസാരയിൽ വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛന് നേരെ തിരിഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിനകത്ത് കയറി അവിടെ അച്ഛൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛൻ്റെ മുഖത്തോട് മുഖം ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്നു. അച്ഛൻ്റെ ഇരു കവിളിലും കൈ പിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി. രണ്ട് കവിളും പിടിച്ചിട്ട് അച്ഛൻ്റെ കണ്ണുകളിലേക്ക് ശന്തനു നോക്കി. അച്ഛൻ ചോദിച്ചു, എന്താ ശന്തനു, എന്താണ് നിന്റെ പ്രശ്നം? അവൻ അങ്ങനെ ഇരിക്കാറുള്ളതല്ല, അതുകൊണ്ട് തന്നെ ചോദിച്ചു, അച്ഛൻ എന്താണ് നിന്റെ പ്രശ്നം? അവൻ ചോദിച്ചു, അച്ഛ, പക്ഷികൾ മരിക്കില്ലേ? ഇല്ല ശന്തനു, അച്ഛൻ പറഞ്ഞു. പിന്നെ അവർക്കെന്തു പറ്റുന്നു? അവൻ ചോദിച്ചു. അച്ഛൻ ശന്തനുവിൻ്റെ മുഖം തൻ്റെ കൈകളിൽ ലാളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നോട് ഞാൻ രഹസ്യമായി പറയാം. അപ്പൊ അച്ഛൻ പറഞ്ഞു, പക്ഷി മരിക്കുന്നില്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോട് രഹസ്യം പറയാം. എന്താണ് രഹസ്യം? അവർ മരിക്കുന്നതിന് പകരം പറന്നു പോകുന്നു മേഘം. അപ്പൊ പക്ഷികൾ മരിക്കുന്നില്ല, പകരം എന്താവുന്നു എന്നാ പറയുന്നത്? പറന്ന് പോവുകയാണ്. ഏതിലൂടെയൊക്കെയാ പറക്കുന്നത്? മേഘങ്ങളിലൂടെ.
മലകളും പുഴകളും കടന്ന്, പിന്നെ ചന്ദ്രനെയും സൂര്യനെയും കടന്ന്, ശൂന്യാകാശങ്ങളിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകങ്ങളിലേക്ക് പറക്കുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, നിന്നോട് ഞാനൊരു രഹസ്യം പറയാം, അവർ മരിക്കുന്നില്ല, അവർ പറന്ന് പോവുകയാണ്. മേഘങ്ങൾ കടന്നു, മലകളും പുഴകളും കടന്നു, ചന്ദ്രനെയും സൂര്യനെയും കടന്ന്, ശൂന്യാകാശവും കടന്ന്, നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകത്തേക്ക് പറക്കുന്നു. ദൈവം എന്ത് ചെയ്യും? പൂത്തിരി പോലെ കത്തുന്ന നക്ഷത്രമായി അവരെ വഴികാട്ടുന്നു. ഈ പക്ഷികൾക്ക് വേറെ വേറെ ലോകത്തേക്ക് പോവാൻ വേണ്ടി നക്ഷത്രം വെളിച്ചമായിട്ട് ഇങ്ങനെ ദൈവം അവരുടെ പക്ഷികളുടെ കൂടെ നിൽക്കുന്നു. ശന്തനു ഒരു രോമാഞ്ചത്തോടെ അച്ഛൻ്റെ ഇരു ചെവികളും പിടിച്ച് മുഖം തന്നോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പം ശന്തനുവിന് എന്തോ ഒരു സന്തോഷം തോന്നി. അപ്പം ശന്തനു അച്ഛൻ്റെ 2 ചെവിയും പിടിച്ചിട്ട് തൻ്റെ മുഖത്തോട് അച്ഛൻ്റെ മുഖം അടുപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കഥയുടെ പ്രധാന ഭാഗം ഇവിടെയാണ് വരുന്നത്. ശന്തനുവിനോട് ശന്തനുവിൻ്റെ അച്ഛൻ, ശന്തനു അമ്മേനെ കണ്ടിട്ടില്ല, അമ്മ എന്തായി എന്ന് ചോദിച്ചപ്പോൾ ശന്തനുവിനോട് അച്ഛൻ പറഞ്ഞു കൊടുത്തത് അമ്മ പറന്നു പോയി എന്ന്. അപ്പം പറക്കുന്നതായിട്ട് കാണുന്നത് ശന്തനു പക്ഷികളെയാണ്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ പക്ഷിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവൻ പക്ഷികളുടെ മരണരഹസ്യം അറിയാൻ വേണ്ടി പക്ഷികൾക്ക് പിറകെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ അവന് വിഷമം വരും എന്ന് വെച്ചിട്ട് പറഞ്ഞു, എന്താ മരിച്ചു എന്ന് പറയുന്നതിന് പകരം പറന്നുപോയി എന്നാണ് പറയുന്നത്. മരണത്തിൻ്റെ ആ ഒരു തീവ്രത ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറന്നു പോകുന്നു, അമ്മ പറന്നുപോയി എന്നാണ് പറയുന്നത്. പറന്നു പോകുന്നതായിട്ട് ശന്തനു കണ്ടിരിക്കുന്നത് പക്ഷികളെയാണ്. അതുകൊണ്ട് തന്നെയാണ് പക്ഷികളുടെ മരണരഹസ്യം അറിയാൻ വേണ്ടി ശന്തനു കിളികളുടെ പുറകെ കുങ്ങിണിക്കൊമ്പുമായിട്ട് പോയത്. അപ്പം ശന്തനു ചോദിക്കുക, എൻ്റെയും അമ്മയും അങ്ങനെ പറന്നു പോകുന്നു കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നോ? അതെ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവിയോർത്തു. കോരിത്തരിച്ചുകൊണ്ട് ശന്തനു അച്ഛൻ്റെ മടിയിലിരുന്നു. അച്ഛൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അച്ഛൻ അതേ എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ശന്തനു അവിടെ കോരിത്തരിച്ചിരുന്നു. പുറത്ത് താഴുന്ന വെയിലിനെ നടുക്കുന്ന ചിറകടി മുഴക്കങ്ങളുമായി ശന്തനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു. പുറത്ത് ചിറകടി വെയിലിനെ അടക്കി നിർത്തിക്കൊണ്ട് ചിറകടിയിലെ മുഴക്കമായിട്ട് ശന്തനുവിൻ്റെ പക്ഷികൾ എവിടേക്ക് പോയി? ആകാശത്തിലേക്ക് ഉയർന്നു. മലകളിൽ നിന്ന് ഇളകി വന്ന ഒരു കാറ്റിൽ ആ കിളികള് മലകളിൽ നിന്ന് ഒഴുകി വന്ന കാറ്റിൽ ഒഴുകിപ്പോയി. ഇവിടെ ശന്തനുവിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം അച്ഛൻ പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു ഉത്തരത്തിലേക്ക് ശന്തനുവിനെ താൽക്കാലികമായിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശന്തനുവിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ കഥ അവസാനിക്കുന്നുണ്ടെങ്കിലും ശന്തനുവിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശന്തനു അവൻ്റെ അമ്മയെയാണ് ഈ പക്ഷികളുടെ മരണത്തിലൂടെ അന്വേഷിക്കുന്നത്. അപ്പോൾ സക്കറിയ വളരെ മനോഹരമായി കുട്ടികൾക്ക് എപ്പോഴും തൻ്റെ പ്രകൃതിയും തൻ്റെ ചുറ്റു കാണുന്ന എല്ലാത്തിനും അന്വേഷണ ത്വരയോടുകൂടി കാണുന്നതാണ്. അപ്പോൾ 5 വയസ്സുകാരനായ കുട്ടിയെ തൻ്റെ അമ്മ ഇല്ലാത്ത ആ ഒരു കുട്ടിയുടെ ഏകാന്തതയും അവൻ്റെ ശൂന്യതയും അവൻ്റെ അമ്മയെ തേടി നടക്കുന്ന ആ ഒരു അന്വേഷണ ത്വരയുമാണ് ശന്തനുവിൻ്റെ പക്ഷികളിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. കൂട്ടുകാർക്ക് പാഠം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1-2 പ്രാവശ്യം വായിക്കുക, പിന്നെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോവാം. താങ്ക് യു.